സരി നി സരി ധ നി മ പ സ സരി ഗ മരി ഗ സരി നി സരി മ പ ധ നി മ പ ധ നി സ മ പ ഗ മരി ഗ സരി നി സരി ധ നി മ പ സ. ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിപ്ലൈ വീഡിയോ, ഒരു വ്യക്തിയുടെ കമൻറ്റിന് ഉള്ളൊരു റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ. ആ ഒരു കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ശാസ്ത്രീയമായി സംഗീതം പഠിച്ചവരാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് കമൻ്റ് ചെയ്തിട്ടുള്ളത് ജിജോ വർഗീസ് എന്നൊരു അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ജിജോ വർഗീസ് ഏട്ടൻ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏത് നാട്ടുകാരനാണോ എവിടെയുള്ളതാണോ എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ജിജോ വർഗീസ് ഏട്ടൻ എൻ്റെ പ്രത്യേക താങ്ക്സ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇദ്ദേഹമാണ് കാരണക്കാരനായിട്ടുള്ളത്. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചവരാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഞാൻ ഒന്നുകിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ യോഗ്യനാണോ, അർഹനാണോ, എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചോദ്യം അതിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി ഞാൻ പറയാം, ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം 5 വർഷത്തോളം അഭ്യസിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പഠിച്ചുകൊണ്ട് ഒന്നും ആവില്ല. അത് വേറെ കാര്യം. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഒരു തുള്ളിയെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളത്. എനിക്ക് ലീക്ക് ബീരാൻ്റെ ഒരു ടെലിഫിലിമിൽ, ലീക്ക് ബീരാണ്ടല്ലോ, സിദ്ദീഖ് കൊടിയത്തൂർ, സലാം കൊടിയത്തൂർ, അവരുടെയൊക്കെ ഒരു ടെലിഫിലിമിലുള്ളൊരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത്. ലീക്ക് ബീരാൻ പറയുന്നൊരു ഡയലോഗാണ്, പിന്നെ ഈ ബ്രോക്കർ പണി എന്നുള്ളത് അതിൻ്റെ ഒരു അറിവ് കടൽ പോലെ പരന്ന് കിടക്കുകയാണ്. അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്കെന്നെ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ എൻ്റെ അറിവ് എത്ര ഉണ്ട് എന്നുള്ളത്, ആ ഒരു സംഗതിയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിൽ ഒരു സംഗതി മാത്രം കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, പിന്നെ ഈ ഒരു സംഗീതം എന്നുള്ളത് കടൽ പോലെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ടീസ്പൂൺ എന്ന് ഞാൻ പറയണില്ല, ഒരു തുള്ളി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഗതി മാത്രമേ ഞാൻ തന്നെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തുള്ളി പോലും ഇത് പഠിക്കാത്ത, ഇത് അറിയാത്ത ആളുകളിലേക്കാണ് നമ്മൾ ഈ ഒരു സംഗതി ഷെയർ ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ പല സമയത്തും പറയാറുണ്ട്, പല ജില്ലകളിലും പല നാടുകളിലും പല സാഹചര്യങ്ങളാണ്. ഇപ്പോൾ പാട്ട് പഠിക്കാൻ കൂടുതൽ സാഹചര്യമുള്ള, അല്ലെങ്കിൽ ഒരുപാട് മ്യൂസിക് സെൻ്ററുകളുള്ള നാടുകളുണ്ട്, ജില്ലകളുണ്ട്. സൗകര്യം ഇല്ലാത്ത നാടുകളും ഒരുപാടുണ്ട്. കാരണം ഏകദേശം കേരളത്തിലെ 14 ജില്ലയിലും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ നമ്മുടെ ക്ലാസ് എടുക്കുന്നതാണ്. കൊല്ലം, പത്തനംതിട്ട, ട്രിവാൻഡ്രം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഓൺലൈനിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഓഫ്ലൈനിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കണം തന്നെയാണ് നല്ലത്. കാരണം അടുത്ത് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് വീക്കിലി ഒരു ക്ലാസ് എന്തായാലും കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കാൻ വളരെയധികം മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ക്ലാസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുറച്ചൊരു തണുപ്പക്കാര്യത്തിലുണ്ട്. എൻ്റെ സ്റ്റുഡൻസൊക്കെ അത്, അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ പരാതി പറയുന്നൊരു കാര്യമാണ്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയാറ് തന്നെയാണ്, അവിടെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കണ്ടിന്യൂ ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. നല്ല ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് പറയാറുള്ളത്. ഈ കുട്ടികൾ നമ്മളടുത്ത് വരുന്നത് അവിടെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവിടേക്ക് പോകാൻ പ്രയാസമുള്ളതുകൊണ്ടും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ചില സ്ഥലത്ത് ഫീസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും സൗകര്യങ്ങൾ വളരെ കുറവുള്ള നാടുകളിൽ നിന്നാണ് കുട്ടികൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാറുള്ളത്. ഏതായാലും അവർക്ക് ആ ഒരു കാര്യത്തിൽ ഹാപ്പി ആണെന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഒന്ന് അതിൽ കമൻറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലും അറിവ് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു പോയിൻ്റെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. ഇനി നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് വരാം. കാരണം ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. മുമ്പ് നമ്മൾ ഒരുപാട് മ്യൂസിക് ക്ലാസ് പരമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം പാട്ട് 2-3 വർഷം പഠിച്ച ആളുകൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഒരു ക്ലാസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. പാട്ടിനെക്കുറിച്ചൊരു ABCD പോലും അറിയാത്ത ആളുകൾ, അവർക്ക് വളരെ ലളിതമായ രീതിയിൽ എന്താണ് ശ്രുതി, എന്താണ് താളം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ പാട്ട് പഠിപ്പിക്കുന്ന ആൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ആളാണ്. നമ്മളെ കഴിവിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത്. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇനി ഞാൻ പറയാം, ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം 5 വർഷത്തോളം അഭ്യസിച്ചിട്ടുള്ള ഒരാളാണ്. ആദ്യം പഠിക്കാൻ പോയിരുന്നത് കർണാട്ടിക് സംഗീതമാണ്. 6 മാസത്തോളം കർണാട്ടിക് സംഗീതം അഭ്യസിച്ചിരുന്നു. എൻ്റെ ഒരു സംഗീത പഠന ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് ഗുരുനാഥൻ മലപ്പുറം ജില്ലയിലെ തിരുവാലി
അപ്പുക്കുട്ടൻപിള്ള സാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹമായിരുന്നു എന്നെ പരിശീലിപ്പിച്ചിരുന്നത്. ഒരു 4-5 മാസത്തോളം ക്ലാസ് പോയ സമയത്താണ് റമദാൻ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് റമദാനിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് നിർത്തി വെച്ചു. റമദാൻ കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ അവിടുന്ന് ഫ്രണ്ട്സ് ആയതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സമയത്ത് ക്ലാസ് നിർത്തി വെച്ചു. ഞാൻ 4 പേർക്കുള്ള ഒരു ക്ലാസ് ആയിരുന്നു മാഷ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് റമദാൻ കഴിഞ്ഞ ഉടനെ ഞാൻ വീണ്ടും മാഷിനെ ബന്ധപ്പെട്ടു, ഫ്രണ്ട്സിനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ് തുടരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഗതി തുടരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ മൂഡ് പോയി എന്ന് പറയുമല്ലോ. അവർക്കൊന്നും പിന്നെ താല്പര്യമില്ലാതായി. അതായത് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ. പക്ഷെ ഞാനത് തുടർന്ന് പഠിക്കണം തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. ഏതായാലും ഞാൻ മാഷിനെ ബന്ധപ്പെട്ടപ്പോൾ മാഷിന് എന്നെ ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ ചെറിയൊരു പ്രയാസം. കാരണം അദ്ദേഹം കുറച്ച് ഏജ്ഡ് ആയിരുന്നു ആൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ ഒറ്റയ്ക്ക് പഠിപ്പിക്കുന്ന ചെറിയൊരു പ്രയാസം മാഷ് പറഞ്ഞു. ഗ്രൂപ്പ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പ് ക്ലാസ് പിന്നെ വേണ്ട, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല, മുതിർന്ന ആളുകളുടെ ക്ലാസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മാഷിന് പ്രയാസം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് വണ്ടൂർ ഭാഗത്ത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് മുസമ്മിലിന് പ്രത്യേക താങ്ക്സ് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരനാണ്, സിംഗറാണ്, വണ്ടൂർ ഉള്ളതാണ് മുസമ്മിൽ. അന്ന് എന്താണ് കർണാട്ടിക് സംഗീതം, എന്താണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്നൊന്നും അറിയാത്തൊരു സമയമായിരുന്നു. കാരണം ഏതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, എല്ലാതും ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്താണ് കൊമേഴ്സ്, എന്താണ് ഹ്യൂമാനിറ്റീസ്, ഇതെടുത്താൽ എന്താവുക എന്നുള്ളത് അന്നൊന്നും വലിയൊരു ധാരണ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ അതേപോലെയാണ് ഈ എന്താണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് അറിയില്ലായിരുന്നു സംഗതി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അവിടെ എൻ്റെ അധ്യാപകനായിട്ടുണ്ടായിരുന്നത് ഹംസാഖാൻ പുല്ലങ്കോട് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പിന്നെ തുടർന്നുള്ള എൻ്റെ സംഗീത പഠനം, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. വോയിസൊക്കെ ചേഞ്ച് ആയ സമയമായിരുന്നു. SSLC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് വോയിസൊക്കെ മാറിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മെയിൻ ലക്ഷ്യം വോയിസൊക്കെ ഒന്ന് തുറന്ന് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം വോയിസ് അടഞ്ഞൊരു വോയിസ് ചേഞ്ച് ആയിട്ട് തന്നെ വലിയൊരു പ്രയാസത്തിലായിരുന്നു. അപ്പോൾ മാഷിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ മാഷ് എനിക്കായിട്ടൊരു പ്രത്യേക റൂമൊക്കെ തന്നിട്ട്, കാരണം അതിലൊരു കീബോർഡും തന്നിട്ട് സ്വരങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പാടാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് മാഷ് വാതിലടച്ച് പോകും. എന്നിട്ട് ഞാനത് തൊണ്ട കീറി പാടും. അങ്ങനെ പാടിയാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വോയിസിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അന്ന് വലിയൊരു പ്രയാസമായിരുന്നു പാടാനൊക്കെ. ഏതായാലും അതാണ് എൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള പാട്ടിൽ എനിക്ക് ഒരു മ്യൂസിക് പഠിച്ചതുകൊണ്ട് കിട്ടിയൊരു ഉപകാരം, ഒരു ഗുണം അതായിരുന്നു. പിന്നെ എന്താണ് രാഗം, എന്താണ് ശ്രുതി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുന്നതൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ച് തുടങ്ങിയത്. പിന്നെ മാഷുമായിട്ടുള്ള ഭയങ്കര ഒരു ബോണ്ടായിട്ടുള്ളൊരു കണക്ഷനായി. മാഷ് പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകലൊക്കെ തുടങ്ങി. ഫസ്റ്റായിട്ട് ഓർക്കസ്ട്രയിലൊക്കെ എനിക്ക് പാടാൻ വേണ്ടി അവസരം തന്നിട്ടുള്ളത് എൻ്റെ ഹംസാഖാൻ പുല്ലങ്കോട് സാറാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. ഞാൻ ക്ലാസ് കാര്യങ്ങളൊക്കെ മാഷിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ അസുഖം, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് മാഷും ക്ലാസ് അവിടെ നിന്നൊക്കെ നിർത്തേണ്ടി വന്നു. പിന്നെ വീട്ടിൽ ചെറിയ രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് കാളിക്കാവ് ഭാഗത്തൊക്കെ ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഫീൽഡിൽ പറയാനായിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മാഷാണ് അഭിലാഷ് സാർ. തൃശ്ശൂരിലുള്ള അഭിലാഷ് സാർ എപ്പോഴും വളരെ കണക്ഷൻ ഉണ്ട് ആൾ. അതുപോലെ ഗഫൂറും ഖയാം തുടങ്ങിയിട്ടുള്ള മ്യൂസീഷ്യൻ. അപ്പോൾ അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു മ്യൂസിക് കരിയർ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മറ്റുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പഠിച്ച പടി അതേപോലെ ചെയ്യുന്നൊരു സംഭവമല്ല. നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിധികർത്താവായിട്ടൊക്കെ പോകാറുള്ള സമയത്ത് ഒരുപാട് സംഗതികൾ അതിൽ നിന്ന് തന്നെ പഠിക്കാൻ നമുക്ക് കിട്ടാറുണ്ട്. കാരണം പല കുട്ടികൾ പാടുമ്പോഴും പല പല പ്രശ്നങ്ങളായിരിക്കും, പലതരത്തിലുള്ള ക്വാളിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരുപാട് വേദികളിൽ നിന്നാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും കുട്ടികളുടെ പല സംശയങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും മാപ്പിളപ്പാട്ട് പരമായിട്ടുള്ള ക്ലാസ്സുകളാണ് കൂടുതലും നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യാർത്ഥം ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഹിന്ദുസ്ഥാനി കുറച്ച് പോയി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെയും ഇതുവരെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കാൻ നിന്നിട്ടില്ല. കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ. ഹിന്ദുസ്ഥാനി ബേസിക്കോട് കൂടിയുള്ള
മാപ്പിളപ്പാട്ട് പരിശീലനം എന്നാണ് പറയാനുള്ളത്. മാപ്പിളപ്പാട്ട് പരിശീലനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരുപാട് കമൻസുകൾ വന്നു, നല്ല നല്ല കമൻസുകൾ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അതുപോലത്തെ വീഡിയോകൾ ഇനിയും ചെയ്യണം, അതും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഇത് ഇനിയും തുടരണം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും യൂട്യൂബിൽ കൂടുതൽ അന്ന് പറയാറില്ലായിരുന്നു. ഇപ്പോഴും അത് കുറവാണ്. അപ്പം മത്സര മാപ്പിളപ്പാട്ടുകൾ, പടപ്പാട്ട്, കിസ്സപ്പാട്ട് പോലത്തെ പാട്ടുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു പേരാണ് അഷ്റഫ് കൊണ്ടോട്ടി എന്നുള്ളത്. എൻ്റെ പ്രിയ ഗുരുനാഥനാണ്. എൻ്റെ ഈ ഫീൽഡിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ ഒരു മെയിൻ കാരണം അദ്ദേഹമാണ്. ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എൻ്റെ മാപ്പിളപ്പാട്ട് ഗുരുനാഥനായിട്ട് എനിക്ക് പറയാനുള്ള ഒരാളാണ് അഷ്റഫ് കൊണ്ടോട്ടി എന്നൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് കൂടുതൽ ഈ ഒരു പാട്ടുകൾ, ഈ ട്രഡീഷണൽ പാട്ടിനെ കുറിച്ചിട്ടുള്ള ആധികാരികത. അപ്പോൾ അദ്ദേഹത്തിനോട് എന്നും ഞാൻ ആ ഒരു കാര്യത്തിൽ കടപ്പെട്ടിരിക്കും. എപ്പോഴും വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം നല്ലൊരു പരിശീലകനാണ്. ഒരുപാട് സ്റ്റുഡൻസ് അദ്ദേഹത്തിന് കീഴിലുണ്ട്. ഞാൻ കൂടുതലും ചെയ്യുന്ന കണ്ടൻറ്റുകളും അതിനുള്ളൊരു ക്രെഡിറ്റ്സ് അദ്ദേഹത്തിന് തന്നെയാണ്. ട്രഡീഷണൽ പാട്ടുകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ അപ്പോൾ അവർക്ക് വേണ്ട കണ്ടൻറ്റുകൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ട് ഒരുപാടായി, നല്ലൊരു വർക്ക് ചെയ്തിട്ടൊക്കെ. ആദ്യമൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടിരുന്നു. പിന്നെ കൂടുതൽ എന്തിനാണോ പ്രേക്ഷകരുള്ളത് അത് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു 5K അല്ലെങ്കിൽ 10K വ്യൂസൊക്കെ വരുന്നു. ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ ഈ ക്ലാസ് പരമായി ചെയ്യുന്ന വീഡിയോകളൊക്കെ 50K 1 ലക്ക് അങ്ങനെയുള്ള ഒരു റിസൾട്ട് കാണുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് അങ്ങനെ കണ്ടൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടൻറ്റ് വന്നിട്ടുള്ളത്. ജിജോ വർഗീസേട്ടൻ എന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കമൻറ്റ് കാരണമാണ്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കാണുന്ന ആളുകളും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൂഫ് കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു പാട്ട് പഠിപ്പിക്കുമ്പോൾ എന്താണ് യോഗ്യത, എന്താണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഒരു മടിയുടെ കാര്യത്തിൽ, വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്. ഏതായാലും നമ്മുടെ ചാനൽ 1 ലക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ ആ ഒരു സന്തോഷം കൂടെ ഈ ഒരു സമയം പങ്കുവെക്കുകയാണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇപ്പോൾ എത്തിയിട്ടുള്ളതാണ് അബുത്താഹിർ ചീക്കോട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വെക്കേഷൻ സമയത്തെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞു. ഒരുപാട് സന്തോഷം. അതൊക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.